الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ ജനമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയോ മനമെന്തിടാതിപുറത്തല്ല പിന്നെയോ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലോ കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിനോ മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനോ രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസുത മന്നാരേ മേലെ ചെമ്പാട് മുജാഹിദ് ആദർശ
സംരക്ഷണ വേദി സംഘടിപ്പിച്ചിട്ടുള്ള വിജയിക്കുന്ന കക്ഷിയുടെ വിശ്വാസമെന്ന വിഷയത്തെ ശ്രവിക്കുന്നതിന് വേണ്ടി ഈ മിനി സ്റ്റേഡിയത്തിലും ഇതിൻ്റെ പരിസരങ്ങളിലും വോയിസ് മെസ്സേജിലൂടെ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുമായ ആദരണീയരായ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവരായ ഈ പ്രദേശത്തെ നാട്ടുകാരെ, വിജയിക്കുന്ന കക്ഷിയുടെ വിശ്വാസം എന്ന് നാം വിശദീകരിക്കുമ്പോൾ താൽക്കാലികമായ ഈ ഇഹലോക ജീവിതത്തിലെ വിജയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു വിജയമല്ല ഇവിടെ നാം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. മറിച്ച് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ശാശ്വതമായ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട്. അതാണ് മരണാനന്തര ജീവിതം, പരലോക ജീവിതം എന്നൊക്കെ മുസ്ലിമീങ്ങളായ നാം പ്രത്യേകിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അധ്യാപനങ്ങളിലൂടെ പഠിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പരലോകത്തെ വിജയമാണ് ശാശ്വതമായ വിജയം. ഇഹലോക ജീവിതത്തിൽ നമുക്ക് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ള പിന്തുണ മൂലം, അതുപോലെ തന്നെ നമ്മുടെ കൈകളിലുള്ള കോടിക്കണക്കിന് രൂപയുടെ പിൻബലത്തിലുള്ള ഭൗതികമായ ഉയർച്ചയും വിദ്യാഭ്യാസവും ഒക്കെ നേടിക്കൊണ്ട് അതിൻ്റെ കീഴിലുള്ള ഒരു വിജയം, അത് നമുക്ക് ഈ ഇഹലോക ജീവിതത്തിൽ എത്ര ലഭിച്ചാലും അതെല്ലാം മരണത്തോടുകൂടി അവസാനിക്കുന്നു എന്നതാണ് അതിൻ്റെ എല്ലാം ദൗർബല്യങ്ങൾ. എന്നാൽ ഇവിടെ നാം ചർച്ച ചെയ്യപ്പെടുന്ന വിജയം ശാശ്വതമായ പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന ആ സ്വർഗ്ഗപ്പൂന്തോപ്പ്, ആ സ്വർഗ ജീവിതം, അവിടെയുള്ള ഉന്നതമായ വിജയം, അതാണ് യഥാർത്ഥത്തിലുള്ള വിജയം. അതോടൊപ്പം തന്നെ സത്യനിഷേധികൾക്കായി അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടുള്ള വിജയം, അതാണ് അടിസ്ഥാനപരമായ വിജയം. അവൻ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്ന വിജയത്തിനോളം തുല്യമായ ഒരു വിജയം യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ലോകത്ത് മറ്റൊരു വിജയമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പരലോക വിഷയത്തെ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിന്റെ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വളരെ വ്യക്തമായി കൊണ്ടതാ നമുക്ക് പഠിപ്പിച്ചിരുകയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹങ്ങളും മരണം ആസ്വദിക്കുന്നതാണ്, എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുന്നതാണ്. മരിക്കാത്തവരായ ആരും തന്നെ ഇവിടെ ഉണ്ടാവുകയില്ല, സകലരും മരിക്കുന്നതാണ്. എന്നിട്ടല്ല പറയുകയാണ്, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, തീർച്ചയായും മരണത്തിന് ശേഷം നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറ വൻസഭ എന്നറിയപ്പെടുന്ന പരലോകത്ത് വെച്ചാണ്, അഥവാ മരണത്തിന് ശേഷമുള്ള പരലോക ജീവിതത്തിൽ വെച്ചാണ്
നിങ്ങൾ പ്രവർത്തിച്ച അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പരിപൂർണമായും അല്ലാഹു തആല നൽകുന്നത്. അങ്ങനെ ആ നൽകപ്പെടുന്ന ലോകത്തെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, ഫമൻ സുഹസിഅ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അവിടെ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ആര് എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുവോ അവരാകുന്നു വിജയിച്ചിട്ടുള്ളവർ, അവരാകുന്നു യഥാർത്ഥത്തിലുള്ള വിജയികള്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ടുകൊണ്ട് നമ്മോട് പറഞ്ഞിട്ടുള്ള വിജയത്തിന്റെ മാനദണ്ഡം ഇതാണ്. അഥവാ ഫമൻ സുഹസിഅ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് എന്റെ ശരീരത്തെ നരകത്തിൽ രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു അവരാകുന്നു വിജയിച്ചവരെന്നാണ്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പ്രിയപ്പെട്ട എന്റെ ഉമ്മമാരെ, സഹോദരികളെ, എന്റെ മുഅ്മിനുകളായ ശ്രോതാക്കളെ, ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതത്തിൽ നമുക്കൊരു വലിയ വീട്, അതുപോലെ തന്നെ നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരു വലിയ അധികാരം, അതുപോലെ തന്നെ ഭൗതികമായ മറ്റു ഏതെങ്കിലും മേഖലകളിലുള്ള ഒരു ഉന്നതമായ ജീവിതം, ഒരു നല്ല നിലവാരം, ഇത് നമുക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ അതൊരു വിജയവും ഒരു പരാജയവുമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ ശാശ്വതമായി നരകം ആസ്വദിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും ജാഗ്രതയുമാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടേണ്ടത്. ഈ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിക്കുകയാണ്, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്ത്? അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറയുന്നു, ഫഫ്അലൂ ഫഇന്നകും അൽയൗമ ഫീ ദാരിൽ അമൽ വലാ ഹിസാബ് വഅൻതും ഗദൻ ഫീ ദാരിൽ ആഖിറതി വലാ അമൽ. ഫഫ്അലൂ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണേ, നിങ്ങൾ നന്നായി പുണ്യകർമ്മം ചെയ്യണേ, നിങ്ങൾ വിജയത്തിന്റെ ആ മേഖലയിലേക്ക്, വിജയത്തിന്റെ ശോഭാനത്തിലേക്ക്, വിജയത്തിന്റെ കേന്ദ്രത്തിലേക്ക്, നാളെ പരലോകത്ത് റബ്ബ് ഒരുക്കി വെച്ചതിലേക്ക് നിങ്ങൾ കുതിക്കണേ, നിങ്ങൾ മുന്നേറണേ. കാരണം ഫഇന്നകും അൽയൗമ ഫീ ദാരിൽ അമൽ, ഇന്ന് നിങ്ങൾ അമലിന്റെ ലോകത്താണ്, ഇന്ന് പ്രവർത്തിക്കുവാൻ അവസരമുള്ള സന്ദർഭത്തിലാണ്. വലാ ഹിസാബ്, ഇവിടെ ഒരിക്കലും അല്ലാഹു തആല കണക്ക് നോക്കുന്നില്ല, വിചാരണ ചെയ്യുന്നില്ല, വിധി കൽപ്പിക്കുന്നില്ല. എന്നാൽ വഅൻതും ഗദൻ ഫീ ദാരിൽ ആഖിറ, മരിക്കുന്നതോടുകൂടി നിങ്ങൾ പരലോകത്തേക്ക് യാത്ര തിരിച്ചു, പിന്നെ നിങ്ങൾ ദാറുൽ ആഖിറയിലാണ്, പാരത്രിക ജീവിതത്തിലാണ്. വലാ അമൽ, അവിടെ അമൽ ചെയ്യാൻ അവസരവുമില്ല. അപ്പൊ അവസരം പാഴാക്കാതെ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ഈ പരിമിതമായ ആയുസ്, നമ്മുടെ ഈ പരിമിതമായ ആരോഗ്യം, നമ്മുടെ ഈ പരിമിതമായ ജീവിതം, അത് നാളെയുടെ വിജയത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പരലോകത്ത് വരുമ്പോ മരിക്കുന്നതോടുകൂടി തന്നെ വമ്പിച്ച നഷ്ടത്തിലേക്കാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട മനുഷ്യരെ നമ്മൾ നീങ്ങുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ പാലിക്കാതെ റബ്ബ് റസൂലിലൂടെ പഠിപ്പിച്ചെന്ന നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതുവഴി അയാൾ മരിച്ചു പരലോകത്ത് വരികയാണെങ്കിൽ അയാൾക്ക് അയാളുടെ മരണം തന്നെ വേദനാജനകമായ അവസ്ഥയിലായിരിക്കും. പിന്നീട് അയാളുടെ ഖബർ ജീവിതം തന്നെ അയാൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ശിക്ഷയുടെ കേദാരമായിരിക്കും. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മഹ്ശറിൽ സന്നിഹിതരായാലും വേദനാജനകമായ ശിക്ഷയും അനുഭവങ്ങളുമായിരിക്കും. പിന്നീട് അയാള് വേർതിരിച്ചു നേരെ നരകത്തിലാണ് അറിയപ്പെടുന്നത്. അവിടെ ശാശ്വതമായ കത്തിച്ചൊലിക്കുന്ന നരകശിക്ഷയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് പോകാതെ ഈമാനോടുകൂടി മരിക്കുന്ന ഒരു ഘട്ടം നമുക്ക് വേണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം നിറഞ്ഞ ആത്മാവേ, എല്ലാ ബാധ്യതകളും തീർത്ത ആത്മാവേ, ഇർജിഈ, മടങ്ങിക്കൊള്ളുക, ഇലാ റബ്ബിക റാദിയത്തുൽ മർളിയ,
അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് അവരെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് അവന്റെ സ്വർഗത്തിലേക്ക്, അവന്റെ സജ്ജനങ്ങളുടെ കൂടെ അവന്റെ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോരൂ എന്ന് പറയപ്പെടുന്ന ഒരു വിരുവാളം നമുക്ക് കിട്ടിയാൽ, ആ രൂപത്തിൽ നമ്മൾ മടങ്ങിയാൽ നമ്മുടെ ഖബറിലും സ്വർഗപ്പൂന്തോപ്പിന്റെ അന്തരീക്ഷങ്ങളാണ്. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മഹ്ശറിൽ നമുക്ക് രക്ഷയാണ്, അവിടെ റബ്ബിന്റെ പരിഗണനയാണ്, അവിടെ നമുക്ക് വമ്പിച്ച സ്വാധീനമാണ്. പിന്നീട് നാം പോകുന്ന സ്വർഗമോ അവിടെ ഉന്നതമായ പദവികളാണ്, ശാശ്വതമായ സുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാരത്രിക ലോകത്തെ വിജയത്തിന് ആവശ്യമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബാധ്യത എന്ന് മനസ്സിലാക്കുമ്പോൾ വിജയത്തിന് വേണ്ടി നാം എങ്ങനെ ജീവിക്കണം എന്നതാണ് ഇതിന്റെ രണ്ടാമത്തെ ചർച്ച വരുന്നത്. അപ്പൊ വിജയം എന്ന് പറയുന്നത് പരലോകത്തെ വിജയമാണ്, നരകത്തിന് രക്ഷപ്പെട്ട സ്വർഗത്തിലെത്തലാണ്. എങ്കിൽ ആ നരകത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണ്? ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണ്? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വിഷയം. അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാനപരമായ വശങ്ങൾ കടന്നു വരുന്നത്. അഥവാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരിപൂർണമായും രക്ഷപ്പെടണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ നാം പിൻപറ്റേണ്ട ആധാരം എന്താണ്? നാം പിൻപറ്റേണ്ട മാനദണ്ഡം എങ്ങനെയാണ്? അതാണ് വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ടുവരാ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, നാം ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളായ നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകർക്ക് വേണ്ടി അല്ലാഹു തആല ഇറക്കി കൊടുക്കുകയാണ്. ഇവിടെയുള്ള മുസ്ലിമിനും ഹിന്ദുവിനും ജൈനനും സിഖുകാരനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാ ആളുകൾക്കും വേണ്ടി ആ പടച്ചു നമ്പരാനതാ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൃത്യമായി കൊണ്ട് സഹോദരങ്ങളെ ഈ ആധാരം നമുക്കിതാ നൽകുകയാണ്. വിജയിക്കുവാൻ ആവശ്യമായ കൃത്യമായ മാർഗം നമുക്കിതാ നൽകുകയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ടതാ നമുക്ക് പറഞ്ഞു തരികയാണ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ്. അറിയണം, വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും മുന്തിയ വാക്ക് അത് അള്ളാഹുവിന്റെ വാക്കുകളാകുന്നു, അഥവാ അള്ളാഹിന്റെ കലാമാകുന്ന ഖുർആനാകുന്നു. ആ വിശുദ്ധ ഖുർആനാണ് കലാമുകളിൽ വെച്ച് ഏറ്റവും നല്ല കലാമ്. കഴിഞ്ഞില്ല, രണ്ടാമതായി റസൂൽ പറയുന്നു വഖൈറുൽ ഹദിയ്യു ഹദിയ്യു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ വെച്ച് ഏറ്റവും നല്ല ചര്യ അത് എന്റെ ചര്യയാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാകുന്നു. അപ്പൊ നമുക്ക് നേടാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ മാർഗം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അതാണ് യഥാർത്ഥത്തിൽ തെറ്റില്ലാത്ത ഇസ്ലാമിന്റെ പ്രമാണം. അത് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, അത് ഒരിക്കലും തന്നെ അബദ്ധം പറ്റുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ രണ്ട് ആധാരവും അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്ത് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ സമർപ്പിച്ചു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായി തെരഞ്ഞെടുക്കുകയും എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ അല്ലെങ്കിൽ അതുവഴി ലോകാവസാനം വരെ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി അല്ലാഹു തആല അവന്റെ മതമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ സൂക്തം ഓതി നോക്കിയാൽ നമുക്കവിടെ വ്യക്തമായി കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചിടുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹു പറയാണ്, അൽയൗമ ഇന്നേ ദിവസം അക്മൽതു ലക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം അഥവാ ദീൻ അഥവാ ഇസ്ലാം
അത് ഇവിടെ ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇതാ ഞാൻ പരിപൂർണമായി ചൊരിഞ്ഞു തന്നിരിക്കുന്നു. അത് മാത്രമല്ല വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാം എന്ന മതത്തെ ഞാൻ പരിപൂർണമായും തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അപ്പൊ പടച്ചതമ്പുരാൻ തൃപ്തിപ്പെട്ട അവന്റെ മതമായ ഇസ്ലാം അവൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പൂർത്തീകരിച്ചു എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ ഇസ്ലാം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ സഹോദരങ്ങളെ അതിനൊരു അപൂർണതയില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് എന്തെങ്കിലും ഒന്ന് കടത്തിക്കൂട്ടേണ്ടതില്ല, അതിൽ നിന്ന് അധികപ്പറ്റാണെന്ന് പറഞ്ഞ് ഒന്നും ഒഴിവാക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിലൂടെ അള്ളാഹു തആല നൽകിയതെന്തോ അത് പരിപൂർണമായും അങ്ങോട്ട് സ്വീകരിക്കുക. അവിടെ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടതെന്തോ അത് പരിപൂർണമായി നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹു തആല പരലോകത്തൊരുക്കി വെച്ച സ്വർഗം എന്ന് പറയുന്ന ആ റബ്ബിന്റെ ഉത്തമരായ അടിമകളുടെ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ നരകത്തിലായിരിക്കും പ്രവേശിക്കുക. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ച മുൻഗാമികളുടെ കൂടെ സ്വർഗത്തിൽ പോകുവാൻ നാം യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്കതാ പഠിപ്പിച്ചു തരുന്നു. തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തി നബീഹി. റസൂൽ പറയാണ്, ഒന്ന് അള്ളാഹുവിന്റെ കലാമാകുന്ന വചനമാകുന്ന വിശുദ്ധ ഖുർആൻ, അത് കൃത്യമായി വഹിയിലൂടെ ഇതാ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അതോടൊപ്പം സുന്നത്ത് നബീഹി, ഈ നിങ്ങളിലേക്ക് വന്ന പ്രവാചകനായ എന്റെ ചര്യ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലൂടെ, അവിടുത്തെ പ്രവർത്തനത്തിലൂടെ, അവിടുത്തെ മൗനാനുവാദങ്ങളിലൂടെയെല്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ള സ്വഹീഹായ ഹദീസുകളിലൂടെ വന്നിട്ടുള്ളത്. അവ വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുമാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നത്. അത് പരിപൂർണമായി സഹോദരങ്ങളെ നമ്മൾ സ്വീകരിച്ചാൽ മതി. അഥവാ നമുക്കിടയിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമായി കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും നമ്മൾ മടങ്ങിയാൽ മതി. ആ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നാം മടങ്ങുമ്പോൾ സ്വീകരിക്കപ്പെടേണ്ട ഒരു വളരെ അടിസ്ഥാനപരമായ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വിജയിക്കുന്ന കക്ഷികളുടെ കൂടെ നമുക്ക് യഥാർത്ഥത്തിൽ എത്താൻ കഴിയും. വിജയിക്കുന്ന കക്ഷികളുടെ വിശ്വാസത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. വിജയിക്കുന്ന കക്ഷികൾ ഉൾക്കൊണ്ട ആ കൃത്യമായ അനുഷ്ഠാനത്തിലേക്ക് നമ്മുടെ അനുഷ്ഠാനങ്ങളെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അല്ലാതെ നാം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഉസ്താദിനെയോ ഏതെങ്കിലും മൗലവിയെയോ ആ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളെയോ പാരമ്പര്യമായി അവർ തുറന്നു പോരുന്ന ചില മാർഗങ്ങളെയോ അന്ധമായി നാം അനുകൂലിക്കുകയോ അന്ധമായി നാം അനുകരിക്കുകയോ അന്ധമായി നാം പിൻപറ്റുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, അള്ളാഹു അവന്റെ റസൂലിന് എന്തൊക്കെ ഉപദേശങ്ങൾ തന്നാലും ശരി, ഞാൻ ഇതിൽ നിന്ന് മാറുകയില്ല എന്ന ദാഷ്ട്യം നമുക്ക് പാടില്ല, കിബിർ നമുക്ക് പാടില്ല, അഹങ്കാരം നമുക്ക് പാടില്ല, ആ മസ്ലുപിടുത്തം നമുക്ക് പാടില്ല. കാരണം ഇത് പരലോകത്തിന്റെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ടതാ നമുക്ക് ആയത്തോതിക്കൊണ്ടതാ പഠിപ്പിച്ചു തരുകയാണ്. എന്താണ് ആയത്തോതി പഠിപ്പിച്ചു തരുന്നതെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 59-ാമത്തെ ആയത്തൊന്ന് മറിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാം ഈ യാഥാർത്ഥ്യം. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, അല്ല പറയാണ് നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, റസൂലുള്ളാഹിനെ അനുസരിക്കണേ, ഉലുൽ അംറിനെ നിങ്ങൾ അനുസരിക്കണേ. ആരാണ് ഉലുൽ അംറ്? മതം കൈകാര്യം ചെയ്യുന്ന മത കൈകാര്യകർത്താക്കളാണ്. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. എന്നാൽ മതകൈകാര്യകർത്താക്കൾ എന്തു പറഞ്ഞാലും അനുസരിക്കണമെന്നാണോ? അവരേത് നിയമമുണ്ടാക്കിയാലും അത് അംഗീകരിക്കണമെന്നാണോ? അവരെന്തൊക്കെ ഉരുട്ടിത്തന്നാലും തൊണ്ട തൊടാതെ അന്ധമായി അത് വിഴുങ്ങണമെന്നാണോ? അല്ല.
അവർ ഖുർആനും സുന്നത്തുമാണോ നിങ്ങൾക്ക് നൽകുന്നത്? വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണോ, ഒരു ആചാരമാണോ നിങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്? എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്ന പോലെ, റസൂലുള്ളാഹിനെ അനുസരിക്കുന്ന പോലെ ആ മത കൈകാര്യം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ അനുസരിക്കണം. എന്നാൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം അങ്ങനെ തന്നെ പിൻപറ്റണമെന്നല്ല. കാരണം വ്യക്തമായി അല്ലാഹു തആല പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾ തർക്കത്തിലേർപ്പെട്ടാൽ, ദീനിന്റെ പേരിൽ ഇന്ന് വ്യത്യസ്തമായ കക്ഷികൾ ഈ കേരളത്തിൽ തന്നെയില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് തന്നെ മതമേഖലയിൽ എത്ര കക്ഷികൾ ഉണ്ടായിക്കോട്ടെ, ആ കക്ഷികളൊക്കെ തർക്കത്തിലേർപ്പെട്ടോട്ടെ. എന്ത് തർക്കങ്ങളും കുതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും കടന്നു വന്നാലും ശരി, അല്ലാഹ് പറയുകയാണ്, നിങ്ങളുടെ തർക്കങ്ങളെ നിങ്ങൾ അടിസ്ഥാനപരമായി മടക്കേണ്ടത്. ഏത് വാദം നിങ്ങൾ ഉന്നയിച്ചാലും ആ വാദത്തിന് തെളിവായി നിങ്ങൾ മടക്കേണ്ടത്, തെളിവായി നിങ്ങൾ ഉത്തരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിച്ചവരാണ് മതപരമായ മേഖലയിൽ നിങ്ങൾ തർക്കത്തിലേർപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ തർക്കങ്ങൾ മടക്കേണ്ടതാണ്. എവിടേക്ക്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിന്റെ ഖുർആനിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കും. ഇലല്ലാഹി വറസൂൽ എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ എല്ലാ തഫ്സീറുകളിലും കാണാം. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിലേക്കും റസൂലുള്ളാഹിന്റെ ചര്യയാകുന്ന സുന്നത്തിലേക്കും അതിനെ മടക്കിയാൽ മതി. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹ് പറയാണെന്ത്? നിങ്ങൾ അല്ലാഹുവിലും വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും വിശ്വസിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും അന്ത്യനാളിലും ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീലാ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ളത്, അതാണ് ഏറ്റവും നല്ല പര്യവസാനവും. അപ്പൊ നമുക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള മാനദണ്ഡം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും നീങ്ങാനാണ്. ഇനി ഈ ഖുർആനിനെയും സുന്നത്തിനെയും നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അവിടെയാണ് അതിന്റെ എല്ലാം പരിഹാരങ്ങൾ വ്യക്തമായി വരുന്നത്. ഞാനൊരായത്തോതിക്കൊണ്ട് എന്റെ ഇഷ്ടമർത്ഥപ്രകാരം പറയല്ല, അതുപോലെ തന്നെ വേറെ ഒരു പാർട്ടിക്കാരനായത്തോതി അവരുടെ ഇഷ്ടപ്രകാരം അർത്ഥം പറയുകയല്ല, അതുപോലെ മറ്റേ കക്ഷിക്കാരായത്തോതി ഹദീസോതി അവരുടെ ഇഷ്ടപ്രകാരം അർത്ഥം പറയുകയല്ല. മറിച്ച് വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടതാരാ? ഒന്ന് അല്ലാഹു തആലയാണ്, ആ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ റസൂലുള്ള എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് ആ വ്യാഖ്യാനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ എങ്ങനെയാണോ മഹാന്മാരായ സ്വഹാബികൾ കൃത്യമായി കണ്ടു പഠിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ പഠിച്ചു പിൻപറ്റേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ ഹദീസും ആ റസൂലുള്ളാഹിയുടെ അനുചരന്മാരായ സഖാക്കളായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈമറി ഓഡിയൻസ് ആയ സ്വഹാബത്തുൽ ഖിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അല്ലാഹ് തൃപ്തിപ്പെട്ട ആ വിഭാഗമുണ്ടല്ലോ, അവരെങ്ങനെയാണോ റസൂലിൽ നിന്ന് ദീനുൽ ഇസ്ലാം ഏറ്റുവാങ്ങിയത്, അവരെങ്ങനെയാണോ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കിയത്, അങ്ങനെ നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലെത്തും, സംശയം വേണ്ട. അതാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിളരുന്നതാണ്. കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലത്തൻ വാഹിദ. അതിൽ 72 നരകത്തിലേക്ക് പോകുമ്പോ ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിലെത്തുന്നത്. എന്താണ്? 73 വിഭാഗമായി പിളരുമ്പോൾ 72 നരകത്തിന്റെ അലവലാധികളിലെ നരകത്തിന്റെ റൂട്ടിലേക്കായി ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകളാണ്. എന്നാൽ ആ 73-ൽ ഒരു മില്ലത്ത് മാത്രമേ സ്വർഗത്തിലെത്തുകയുള്ളൂ. സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവർ ആരാണ് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് എന്താണ്? മാ അന അലൈഹി വഅസ്ഹാബി, മാ അന അലൈഹി യൗമ വഅസ്ഹാബി. 2 റിപ്പോർട്ടറുമുള്ളത് അങ്ങനെയാണ്. അപ്പൊ മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാൻ ഏതൊന്നിലാണോ നിലനിൽക്കുന്നത്
ആ ഒന്നിൽ തന്നെ നിലനിൽക്കുന്ന സ്വഹാബത്തിന്റെ മാർഗം, അഥവാ ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു മാർഗത്തിലാണോ നടന്നു നീങ്ങിയത്, ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു നിലപാടിലാണോ നിലനിൽക്കുന്നത്, ആ നിലപാടിൽ നിലനിൽക്കുന്നവരാണ്, ആ മാർഗം അവലംബിക്കുന്നവർ മാത്രമാണ്. 73 കക്ഷികളിൽ നരകത്തിൽ 72 പോകുമ്പോൾ സ്വർഗത്തിലെത്തുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുള്ള ഫിർഖത്തുൻ നാജിയ, വിജയിക്കുന്ന കക്ഷി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ അംഗമാകാൻ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഇനി നമ്മൾ പരിശോധിക്കപ്പെടുന്നത്. അഥവാ വിജയിക്കുന്ന കക്ഷിയുടെ വിശ്വാസം എന്താ? അല്ലാഹുവും റസൂലും പറഞ്ഞത് കൃത്യമായി പഠിപ്പിച്ച, കൃത്യമായി സ്വീകരിച്ച, ഒരു സൂചിപ്പെട്ട് മൂട്ടാതെ ഒരു സൂചിപ്പെട്ട് കുറക്കാതെ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുള്ള ആ മഹാന്മാരായ ആളുകളുടെ വിശ്വാസം എന്താണ്? അത് പിൻപറ്റിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ സ്വർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അധ്യായമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അടിസ്ഥാന വിഷയം നന്നായിട്ടില്ലെങ്കിൽ, അടിത്തറ നന്നായിട്ടില്ലെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ എത്ര കർമ്മങ്ങൾ പടുത്തുയർത്തിയിട്ടും കാര്യമില്ല മുഅ്മിനുകളെ, അത് തകർന്നു പോകുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. മണ്ണുകൊണ്ട് കുഴച്ച തീരെ ബലമില്ലാത്ത ഒരു തറ, ആ തറയിൽ വലിയ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് കയറ്റണമെന്ന് ഒരാൾ പറഞ്ഞാൽ, ഒരു എഞ്ചിനീയറോട് ഒരു മുതലാളി ആവശ്യപ്പെട്ടാൽ, ബുദ്ധിയുള്ള